അസ്സലാമു അലൈക്കും. വെൽക്കം ടു കാർടെക്സ്. ഒരുപാട് ആളുകൾക്ക് ഏറ്റവും പേടി സ്വപ്നമായിട്ടുള്ള സംഭവമാണ് വണ്ടി എടുക്കുന്ന കാര്യത്തിൽ ചേസസിൻ്റെ ഇഷ്യൂ. സത്യം പറഞ്ഞാൽ വളരെ വലിയൊരു ഇഷ്യൂ ആണ് ഈ ചേസസ് ഡാമേജ് ആവുക എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് വിഷ്വലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മൈനർ ഡാമേജുകളും മേജർ ഡാമേജുകളും ചേസസ് സൈഡ് കട്ടായിട്ട് പോകുന്ന ഡാമേജുകൾ വരെയുള്ള വണ്ടികളുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? മേജർ ഇമ്പാക്റ്റോ ചേസിൽ കാര്യമായ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു 99% നമുക്ക് കിട്ടും. മൈനറായിട്ടുള്ള ഇമ്പാക്റ്റുകൾ നമുക്കൊരു 70% വരെ നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുള്ളൂ ചേസസ് ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ളത്. കാരണം അത്രയും മൈനർ ഡാമേജുകളൊക്കെ ഉള്ള വണ്ടികൾ വരുന്ന സമയത്ത് നമുക്ക് അത്ര അഷ്യൂർ ചെയ്തിട്ട് വണ്ടി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇൻ കേസ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ പാനിക്കാവേണ്ട സംഭവമല്ല. മാക്സിമം ചേസസ് ഇമ്പാക്റ്റ് ഇല്ലാത്ത വണ്ടികൾ നോക്കിയെടുക്കാൻ ശ്രമിക്കുക. അത്ര തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ഇഷ്യൂ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യേണ്ടത് CCM ഗരാജുകളുണ്ട്. അതായത് കമ്പ്യൂട്ടറൈസ്ഡ് ചേസസ് മെഷറിംഗ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഗരാജുകളുണ്ട്. അത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ട് RTI ഇൻസ്പെക്ഷൻ സെൻ്ററുകളൊക്കെ അപ്രൂവ് ചെയ്യുന്ന ഇങ്ങനത്തെ ഗരാജുകളിൽ നിന്നും റിപ്പോർട്ടുകൾ എടുക്കാൻ പറ്റും. ഈ CCM റിപ്പോർട്ട് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കണ്ടീഷനിലാണ് CCM റിപ്പോർട്ട് ഉണ്ടാവുക. ഈ CCM റിപ്പോർട്ടിൽ നമുക്ക് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരുപാട് വണ്ടിൻ്റെ ലോവർ ബോഡി റിപ്പയർ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം. പിന്നെ അതിൻ്റെ അടിയിൽ ഒരുപാട് നമ്പറുകൾ, ഒരുപാട് ലൈനുകൾ. ഈ ഒരു റിപ്പോർട്ട് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ വണ്ടീൻ്റെ ചേസസിൻ്റെ ഭാഗം 100% ക്ലിയർ ആയി എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അപ്രൂവ് ആയിക്കൊണ്ടുള്ള സർട്ടിഫിക്കറ്റാണ് ഈ സാധനം, CCM റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി ഓക്കെ ആയി എന്നുള്ളതാണ് 100%. അപ്പോൾ ഈ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു തസ്ജീലിൻ്റെ ഒരു പാസിംഗ് റിപ്പോർട്ടാണ്. ഈ പാസിംഗ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയതിൽ കാണും, അതായത് വണ്ടി എന്തിനാണ് ടെസ്റ്റ് ചെയ്തത്. ടെസ്റ്റ് ടൈപ്പിൽ കാണിക്കും നിങ്ങൾക്ക് CCM എന്ന്. പിന്നെ അതുപോലെ റിസൾട്ട് റിമാർക്കുകളിൽ കാണാം ഫ്രണ്ട് റൈറ്റ് സൈഡ് ചേസസ് റിപ്പയർഡ്, ഔട്ടർ എൻഡ് CCM ചെക്ക്, അതായത് CCMൻ്റെ ആ പാർട്ട് നമ്പറും ഉണ്ടാവും, അതായത് CCM റിപ്പോർട്ടിൻ്റെ നമ്പറും ഡീറ്റെയിൽ. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് എടുത്തിട്ട് വണ്ടി ഇങ്ങനെ പാസ്സാക്കിയിട്ടാണ് നമുക്കൊരു വണ്ടി പാസിങ്, അതായത് RTA ഇൻസ്പെക്ഷനിൽ പാസ്സായി കിട്ടുന്നത്. ഇതുപോലെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞ വണ്ടി മാത്രമാണ് നമുക്ക് റോഡ് ലീഗലായിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് റിപ്പോർട്ട് കിട്ടാതെ ക്യാൻസലായി പോകുന്ന ഒരുപാട് വണ്ടികളുണ്ട്. ഇങ്ങനെ ക്യാൻസലായി പോകുന്ന വണ്ടികൾ നമുക്ക് ഒരിക്കലും ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് സർവീസ് ചെയ്യാനും അത് റിപ്പയർ ചെയ്യാനും ചെയ്തിട്ട് അത് പ്രോപ്പറായിട്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടീഷനിലേക്ക് ആക്കാനും വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് ആ ലെവലിൽ തന്നെ വൃത്തിയാക്കിയിട്ട് വർക്ക് ചെയ്തെടുക്കുക. കാരണം ഇത് വർക്ക് ചെയ്യുന്നതോടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ വണ്ടിയിൽ നമുക്ക് വരുന്നുണ്ട്. അതായത് ടയറിൻ്റെ അലൈൻമെൻറ്റ്, ബാലൻസ് കാര്യങ്ങൾ, ടയർ വെട്ടി തേയുന്ന ഇഷ്യൂസ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഇതൊരു പരിഹാരമായിരിക്കും പ്രോപ്പറായിട്ടുള്ള ചേസസ് മെഷറിങ് ഉണ്ടെങ്കിൽ. അപ്പോൾ വെറുതെ ആളുകൾ പാനിക് ആക്കാൻ വേണ്ടിയിട്ട് പല സംഭവങ്ങളും പറയും, അങ്ങനെയൊന്നും അല്ല. പക്ഷേ എന്നാലും ചേസസ് ഡാമേജും പ്രശ്നങ്ങളുള്ള വണ്ടികൾ മാക്സിമം